Hey guys, welcome to my YouTube channel Come Walk With Us. അപ്പോൾ ഞാനിവിടെ തളവാപ്പിലെ അമ്മേൻ്റെ സിസ്റ്റർ വീട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഇവിടെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തളവാപ്പ് അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ കൊടിയേറ്റാണ് ഇന്ന്. അപ്പോൾ ചേച്ചിയുടെ കുട്ടികൾക്കൊക്കെ ഇന്ന് സ്കൂൾ ഈവനിങ് ഇന്ന് പൂട്ടി എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ അവരൊക്കെ നിൽക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇനിയിപ്പം കൊടിയേറ്റ് 5:50 അപ്പോൾ നമ്മളൊക്കെ ഇപ്പം അങ്ങോട്ടേക്ക് പോകും. ഇനി ഞാൻ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ബാക്കി കൊടിയേറ്റിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെല്ലാവരും റെഡിയായിട്ട് കാവിലേക്ക് പോവുകയാണ്. ഫ്രണ്ടിൽ ഇതാ ചേച്ചി, അമ്മ, ഇത് ഞാൻ ഇപ്പം അങ്ങനെ നടന്നു പോവുകയാണ്. കുറേ ആൾക്കാർ ഇവിടുത്തെ ദേശവാസികളൊക്കെ പോകുന്നുണ്ട്. കാരണം 5:50 നമ്മൾ കുറച്ച് ലേറ്റായി, കുറച്ച് നടക്കാനുണ്ട്. അപ്പം നമുക്ക് പതുക്കെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചെണ്ടമേള, ശിങ്കാരി മേളയുണ്ട്, ഒരുപാട് ആൾക്കാർ നടത്തുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. വീട്ടിലൊക്കെ കൊന്നയുണ്ടായിട്ട് നോക്കിയാൽ ഇപ്രാവശ്യം എന്തൊരു നേരത്തെയാണെന്നറിയോ കൊന്നപ്പൂവൊക്കെ ഉണ്ടായത്. അപ്പോൾ ഭയങ്കര നേരത്തെ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കണി വെക്കാൻ കിട്ടുന്ന കാര്യമൊക്കെ സംശയമാണ്. എല്ലായിടത്തും ഭയങ്കര നേരത്തെയാണ് കൊന്നയൊക്കെ ഉണ്ടായത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിലേക്ക് കണിയൊക്കെ വെക്കാനുള്ളതൊക്കെ ഇവിടെ ഇങ്ങനെ ചേച്ചീൻ്റെ കൂടെ വന്ന് നമ്മൾ കുറേ സാധനം ഒക്കെ മേടിച്ച് വണ്ടി പോകുന്നുണ്ടായിരുന്നേ, അതാ ഒന്ന് സ്റ്റക്കായത്. അപ്പം കുറേ സാധനമൊക്കെ എടുത്തു. ഈ വഴിയിലൊക്കെ വരുമ്പോൾ കുറേ വീട്ടിൽ കണ്ണിമാങ്ങയൊക്കെ തൂങ്ങുന്നുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് പറിച്ചു. എന്നിട്ടൊക്കെയാണ് പോയി കണി വെച്ചത്. ഇനി ഇപ്രാവശ്യത്തെ എവിടെ നിന്നാണ് എന്താ എങ്ങനെയെന്നൊന്നും അറിയില്ല. പക്ഷെ അതാട്ടോ രസം. പൈസ പുറത്തുനിന്നൊക്കെ ഈ സാധനം മേടിക്കുന്നതിനേക്കാളും നമ്മളെ എവിടെ നിന്നെങ്കിലൊക്കെ ഇങ്ങനെ കണി വെക്കാൻ വേണ്ടിയിട്ട് കണ്ണിമാങ്ങയും കൊന്നയൊക്കെ ഏതെങ്കിലും ഇതിൽ നിന്നൊക്കെ പൊട്ടിച്ച് മേടിച്ച് നമ്മൾ തന്നെ അതൊക്കെ ശേഖരിച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അയ്യോ, നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് കഴിയുന്നില്ല, തളർന്നു പോകുന്നു. നല്ല ചൂടുണ്ട്. അവിടെ പോയിട്ട് വേണം ഇനി തണുത്തത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ. അപ്പം നമുക്ക് നടക്കാം. അപ്പോൾ ഇതാണ് തളാപ്പമ്പലത്തിലെ കുളം. ഇപ്പോൾ ഉത്സവ സമയം ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ടൊരു ഫൗണ്ടെയിൻ പോലെയാക്കി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രാമമണ്ഡപം. ഇവിടെ സ്റ്റാർട്ടിങ് ഡേ, ഉത്സവത്തിൻ്റെ സ്റ്റാർട്ടിങ് കുറേ ചേച്ചിമാർ അണിനിരന്നിട്ട് നല്ല സംഗീത കച്ചേരി പോലെ കുറേ ദൈവകീർത്തനങ്ങളൊക്കെ പാടും. അത് ഭയങ്കര രസമാണ് കേൾക്കാം മ്യൂസിക്കിൻ്റെ കൂടെ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ പ്രസാദ ഊട്ടും അത് താഴത്തെ SN വിദ്യാമന്ദിർ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ്. അപ്പം ഞങ്ങളും പോയി. കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചില്ല, പക്ഷേ കിട്ടി. അടിപൊളിയായിരുന്നേ. ഫസ്റ്റ് കക്കാട് ഉത്സവ കമ്മിറ്റി വകയായിരുന്നു. അപ്പോൾ ചോറ്, സാമ്പാർ, വറവ്, കൂട്ടുകറി, അച്ചാർ, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഈവൻ പായസം പോലും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുട്ടികളും ഞങ്ങളൊക്കെ ഇരുന്ന് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതുപോലെ അമ്പലത്തിലെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് നമ്മൾ റിട്ടേൺ അടിച്ച് വെടിക്കെട്ടൊക്കെ ലേറ്റാന്ന് പറഞ്ഞു. പിന്നെ കുറേ പരിപാടി അല്ലെങ്കിൽ മ്യൂസിക്കൽ നൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട. അപ്പോൾ അത് കുറച്ച് ലേറ്റ് ആവുന്നതുകൊണ്ട് ഇറങ്ങി എല്ലാം കണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.